എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഹൃദ്രോഗം, സ്റ്റെന്റ്, ബൈപ്പാസ് സർജറി എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ചോദ്യം എന്താണ് ഹൃദ്രോഗം എന്നുള്ളതാണ്. ഹൃദ്രോഗം എന്ന് പറയുമ്പം നമ്മളെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെയും ഹൃദ്രോഗം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതില് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഹൃദ്രോഗത്തിൽ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ ആണല്ലോ. അപ്പൊ ജനറലി എപ്പോഴും നമ്മൾ കൺസീവ് ചെയ്യുമ്പം അങ്ങനെ വരും. അതിന് ഹാർട്ടിന്റെ കൺജന്റൽ ഡിസീസ് ഉണ്ട്, പലതരം രോഗങ്ങൾ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഹൃദ്രോഗം എന്നുള്ളത് കാറ്റഗറിയിൽ തന്നെ വരും, അല്ലെ ഹാർട്ട് ഡിസീസ് എന്നുള്ളതിനകത്ത് തന്നെ പെടും. ഈ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ പല രീതിയിലും അതിന്റെ തുടക്കം അനുഭവപ്പെടാം എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ? ഹൃദയത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് മെയിൻലി ബ്ലഡ് പമ്പ് ചെയ്യുക. ബ്ലഡിനകത്ത് നമ്മൾ കിട്ടേണ്ടത് ന്യൂട്രീഷനാണ്. അതായത് നമുക്ക് വേണ്ട ഓക്സിജനും വെള്ളം എല്ലാ പോഷകങ്ങളുമാണ് നമുക്ക് ബോഡിക്ക് കിട്ടേണ്ടത്. അപ്പൊ അതെല്ലായിടത്തും എത്തിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഫങ്ഷനാണ് ഹാർട്ടിന് വരുന്നത്. അതിന്റെ പമ്പിങ് സിസ്റ്റമാണ്. അപ്പൊ അതിന് ബ്ലഡും ഓക്സിജനും ന്യൂട്രീഷനും കിട്ടാതെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്നാമത്തെ ക്ഷീണമായിരിക്കും. പ്രത്യേകിച്ചും ജോലി എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഹാർട്ട് ഈ ബ്ലോക്ക് വരികയും ഒക്കെ ചെയ്യുമ്പം ഹാർട്ട് ആദ്യം വരുന്നത് സ്റ്റെപ്പൊക്കെ കയറുക അല്ലെ കുറച്ചേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ക്ഷീണം വരിക, അതായിരിക്കും തുടക്കം വരുന്നത്. പിന്നെ നെഞ്ചുവേദനയായിട്ട് വരാം. അപ്പൊ ചിലർക്ക് പഞ്ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന എന്നൊക്കെ പറയും. അപ്പൊ അതിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വരുന്നതിന് അത് സ്റ്റേബിൾ അഞ്ചൈന, മറ്റേത് വെറുതെ ഇരിക്കുമ്പോഴും ചിലപ്പം വരാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള പെയിനുകൾ വരാം. പിന്നെ അറ്റാക്ക് പോലെ പെട്ടെന്നൊരു ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള വേദന വരുന്നത്. ചെറിയ ചെറിയ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് സൈലന്റ് അറ്റാക്ക് ആയിട്ടുണ്ട് ഇരിക്കും, അറിയ പോലുമില്ല. ചെറിയ ചെറിയ രക്തക്കൊള്ളുകളാണ് ഇരിക്കുന്നെങ്കിൽ അറിയല. അപ്പൊ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഡിസീസ് അനുസരിച്ച് രോഗത്തിന്റെ ലക്ഷണങ്ങളും മാറിക്കൊണ്ടിരിക്കും. പിന്നെ സീരിയസ് ആയിട്ട് ഒരു ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുമ്പോഴാണ് കാലയിലൊക്കെ നീര് വരിക, മുഖത്തും മൊത്തത്തിൽ നീര് വരിക, പിന്നെ ശ്വാസം മുട്ടൽ വരിക, അതായത് പൾമണറി എഡീമ, ലങ്സിനകത്ത് വെള്ളം കെട്ടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അതിന്റെ ഏത് ഭാഗത്തെ എഫക്ട് ചെയ്തു, എത്ര സ്പീഡിലാ വന്നതെന്നൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഈ ഹൃദ്രോഗത്തെ പറ്റി പറയുമ്പോൾ പൊതുവെ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. ഹാർട്ട് അറ്റാക്ക് വന്നാണ് ആൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പിന്നെ പെട്ടെന്ന് ഒരു ഹാർട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറഞ്ഞു പോയിട്ട് ആ ഹാർട്ടിന്റെ പേശികൾക്ക്, അതായത് പ്രത്യേകിച്ചും നമ്മളുടെ ഹാർട്ടിൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ, അവിടെ ആയിരിക്കും മിക്കവാറും ഈ പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്ന അവിടെയാണ്. അതിലേക്കൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് അവിടെ പെട്ടെന്നൊരു ബ്ലോക്ക് വരികയോ, ബ്ലോക്ക് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഈ കൊഴുപ്പ് അടിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ഈ കൊഴുപ്പ് ബ്രേക്കിനകത്തുനിന്ന് ചിലപ്പോൾ നമുക്കൊക്കെ കൈയിലൊക്കെയാണ് ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ അത് ലൂസ് ചെയ്യുമല്ലോ, അല്ലെ ബ്ലഡ് വരുമല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഈ ഫാറ്റ് എല്ലാം കൂടെ പുറത്തേക്ക് ബ്ലഡിനകത്തേക്ക് വരുമ്പോൾ അവിടെ പോയി നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ്, അതായത് ക്ലോട്ട് ഉണ്ടാക്കുന്ന സെൽസ് ഒക്കെ കൂടെ അടിഞ്ഞ് ഒരു ക്ലോട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ അതിലേക്കൊന്നും ബ്ലഡ് ഇല്ലാതെ വരും. അപ്പൊ ആ പേശികളൊക്കെ നശിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന്, ചെറുതിലാണ് നമ്മൾ അറിയില്ല, കുറച്ചുകൂടി വലിയ രക്തക്കൊള്ളുകളാണെങ്കിൽ വേദന വരും, ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മളുടെ ഈ പേസ് മേക്കർ ഒക്കെ ഉള്ള ഭാഗമുണ്ടല്ലോ, അതായത് ഹാർട്ടിന്റെ റൈറ്റ് ഹാർട്ടിലേക്കുള്ള അവിടെയാണ് പേസ് മേക്കർ ഒക്കെ ഇരിക്കുന്നത്. ആ രക്തക്കൊള്ളുകളിലൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള രക്തക്കൊള്ളു, ഒത്തിരി വലിയ രക്തക്കൊള്ളു വന്നു കഴിയുമ്പോഴാണ് ഹൃദയസ്തംഭനം വരുന്നത്. അതായത് വേദന വന്നു ഇമ്മീഡിയറ്റ്ലി ഹൃദയസ്തംഭനത്തിലേക്ക് തന്നെ പോകും. പ്രത്യേകിച്ചും ഹൃദയസ്തംഭനം വരുന്നതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേദന വന്നു, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തു. ഇപ്പൊ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു വേദന വന്നു, അത് ഇതങ്ങ് തീർത്ത് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഹാർട്ടിന്റെ വേദനയാണോ എന്ന് തോന്നിയാലും അതിന് കെയർ കൊടുക്കാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല, അസിഡിറ്റി എന്തെങ്കിലും വന്നിരുന്ന് നമ്മൾ ഇഗ്നോർ ചെയ്ത് മറ്റുള്ള പണികൾ ചെയ്ത് നടക്കും.
അപ്പം ഹാർട്ടിന് പണി ചെയ്യുന്നതനുസരിച്ച് ഹാർട്ടിന് കൂടുതൽ ഓക്സിജനും ന്യൂട്രീഷനും ഒക്കെ വേണമല്ലോ. അപ്പം വീണ്ടും നമ്മൾ ഹാർട്ട് അറ്റാക്കിലും അത് ഹൃദയ സ്തംഭനത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടും. അതേസമയത്ത് നമുക്കൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പം തന്നെ റെസ്റ്റ് എടുക്കുക, ഇരിക്കുക, ശ്വാസം നീട്ടി വലിക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ വണ്ടി സൈഡിലേക്ക്, അല്ലാതെ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ എത്തി ഡ്രൈവ് ചെയ്യാന്ന് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും വണ്ടി സൈഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യുക, എന്നിട്ട് ശ്വാസം നീട്ടി വലിക്കുക. കഴിയുന്നുണ്ട് അറ്റാക്ക് എന്നാണെങ്കിൽ നമ്മൾ കിടക്കുക. കാരണം നമുക്ക് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യാനാണ് പമ്പിങ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്, മുകളിലേക്കല്ലേ പമ്പിങ് വരുന്നത്. ഈവൻ നമ്മൾ കിടക്കുന്ന പൊസിഷനിലാണ് ഹാർട്ടിന് ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പൊ ഹാർട്ടിന് ഏറ്റവും വർക്ക് കുറച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഹാർട്ടിന്റെ പണി കുറച്ച് കൊടുക്കുക എന്നുള്ളതും, എല്ലാ ജോലികളും നിർത്തുക, ശ്വാസം നീട്ടി വലിക്കുക. ശ്വാസം നീട്ടി എടുത്ത് വിടുക മാത്രമായിരിക്കണം. അതായത് ജസ്റ്റ് ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി മാത്രം എനർജി വയ്ക്കുന്നത് പോലെ ആക്കിയ പിന്നെ നമ്മൾ എന്തെങ്കിലും എമർജൻസി കോളോ ആംബുലൻസോ അങ്ങനെ, അല്ലാതെ ഒരിക്കലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്താൽ നമ്മൾ ആശുപത്രിയിലേക്ക് ഓടിച്ചു പോവുക ചെയ്ത്. പലരും പറയുന്നേക്കാം, എനിക്ക് വേദന വന്നിട്ട് ഞാൻ കുറേ ദൂരം പിന്നെ ഓടിച്ചു, അല്ലെ ഞാൻ 10-20 കിലോമീറ്റർ ഓടിച്ചു. പക്ഷെ അതൊരു സേഫായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വരുമ്പം അത് ചെറിയ രക്തക്കൊഴലുകൾ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അതൊരു ചെറിയ രക്തക്കൊഴലിനെ ബാധിച്ചിട്ടുള്ളൂ. അത് ബാധിച്ചിരുന്നത് വലിയ രക്തക്കൊഴലിനെ വല്ലതും ആയിരുന്നെങ്കിൽ അത് നമ്മൾ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഈവൻ ഹൃദയസ്തംഭനം വന്ന് മരിക്കാനുള്ള ഇടയുണ്ടാക്കാം. അപ്പൊ അത് മാത്രമല്ല, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവർ വെരി കെയർഫുൾ ആയിരിക്കണം. സ്വന്തം ലൈഫ് മാത്രമല്ല, വഴിയോട് പോകുന്നവരുടെയും മറ്റു വണ്ടികളുടെയും എല്ലാം സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യുക, ഈ എൻജിൻ ഓപ്പറേഷൻസ് ചെയ്യുക ഒക്കെ ചെയ്യാതിരിക്കുക. ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു വിഷയം പോലെ തന്നെ അത്രയും തന്നെ കേൾക്കുന്നതാണ് ഈ ആൻജിയോഗ്രാം. ശരിക്കും ഈ ആൻജിയോഗ്രാം എന്താണ്, അത് എപ്പോഴാണ് ചെയ്യുക? ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രക്തക്കൊഴലുകളിലെ അടവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഈ കത്തീറ്റർ ആൻജിയോഗ്രാം, പെർക്യൂട്ടേനിയസ് കത്തീറ്റർ ആൻജിയോഗ്രാം, PC എന്ന് പറയുന്നത്, അതാണ് നമ്മൾ സാധാരണ കാർഡിയോളജിസ്റ്റ്, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് ആർട്ടറിയിൽ നിന്ന് കയറി ഇതിലെ ആർട്ടറി, അതായത് നമ്മുടെ റേഡിയൽ ആർട്ടറി, നമ്മളിവിടെ പൾസ് നോക്കുന്ന ആർട്ടറി ഉണ്ടല്ലോ, അതിനകത്തോട് ചെന്ന് അതിനകത്തോട് ഒരു കത്തീറ്റർ ഇട്ടിട്ട് ഹാർട്ടിന്റെ നമ്മൾ അയോട്ടയിലോട്ട് ചെന്ന് അതിലൂടെ ചെന്ന് മെയിൻ ആർട്ടറി അയോട്ടയിൽ വന്ന് അയോട്ടയുടെ ബേസിലാണ് ഈ കൊറോണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറി. അതിലേക്ക് പോയി അവിടെ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് അതിന് ബ്ലോക്ക് ഉണ്ടോ, അതിന് എത്ര ഭാഗത്ത് കൊഴുപ്പടിഞ്ഞ് എന്തോരം ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റാണ് അത്. പിന്നെ വേറെ രീതിയിലും അത് ചെയ്യാം. അതിലാണ് ഒന്ന് CT ആൻജിയോഗ്രാം ചെയ്യും. അതിലാണെങ്കിലും ഇതുപോലെ തന്നെ ബ്ലഡ് ഇത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ MRI ആൻജിയോഗ്രാം ഉണ്ട്. അതിലിവൻ ഡൈ ഇഞ്ചെക്ട് ചെയ്യാത്തതും ഇഞ്ചെക്ട് ചെയ്തും പുതിയ രീതിയിൽ ഡൈ ഇഞ്ചെക്ട് ചെയ്യാത്ത രീതിയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണെങ്കിലും ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ രക്തക്കൊഴലുകളിലെ ബ്ലോക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബ്ലോക്ക് എത്രയുണ്ട്, അത് വേറൊന്ന്, അതിനൊരു ഒരു ട്രീറ്റ്മെന്റ് പർപ്പസ് അല്ല അതിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഡയഗ്നോസ്റ്റിക് പർപ്പസാണ്. നമുക്ക് എത്രയാണേലും പ്രത്യേകിച്ച് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവും. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് മാത്രമാണ്. 35%, 40%, 50%, 60%. പഴയ കാലത്തൊക്കെയാണ് 80%, 90% ഒക്കെ വരുന്നവർക്കായിരുന്നു നമ്മൾ സ്റ്റെൻഡ് ഇട്ടിരുന്നത്. ഇപ്പം നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുക, ഈവൻ 40%-നും 50%-നും ഒക്കെ സ്റ്റെൻഡ് ഇടുന്ന ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതാണ് ഇപ്പം ഇത്. അതായത് ആൻജിയോഗ്രാമിന്റെ കൂടെ, അതായത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ആൻജിയോഗ്രാം ചെയ്യുക, അതിന്റെ കൂടെ കാണുന്ന ബ്ലോക്കൊക്കെ സ്റ്റെൻഡ് ഇടുക എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൻജിയോഗ്രാമിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. നമ്മുടെ ഈ നേരി രക്തക്കൊഴലുകളിൽ കൂടെ പോയി അതിനകത്തേക്ക് ഇഞ്ചെക്ട് ഒക്കെ ചെയ്താണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഡെഫിനറ്റ്ലി അതിന്റെ റിസ്ക് ഫാക്ടർ വരുന്നുണ്ട്. എത്ര മോഡേൺ മെഡിസിൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്തൊക്കെ റിസ്ക്കും ഈവൻ മരണം വരെയും സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ആൻജിയോഗ്രാമിനാണെങ്കിലും ആൻജിയോപ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ പോകുമ്പോൾ
ഇൻഹറന്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ഇതിന്റെ ഈ ഡൈ നമ്മൾക്ക് കിഡ്നിക്ക് പ്രോബ്ലം വരുത്താം. അതായത് അതിനോടൊരു അലർജിയോ അല്ലെങ്കിൽ ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് മിക്കവാറും ഈ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നവർ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻസിയും ഒക്കെ ആയിട്ടുള്ളവരാണല്ലോ. അപ്പൊ അവരുടെ കിഡ്നി ഓൾറെഡി ഡൗൺ ആയിരിക്കും. അപ്പൊ GFR ഒക്കെ നമ്മളിപ്പോ ചിലപ്പോൾ ഒരു മോഡറേറ്റിൽ 30-ലും 40-ലും ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത്രയും മതി ഈ ഡൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഫ്രോപ്പതിയിലേക്ക് പോകാം. അപ്പൊ അത് നമ്മൾ ഓർക്കണം. അതാണ് അതിന്റെ ഒരു മെയിൻ റിസ്ക്. പിന്നെ മറ്റുള്ള എല്ലാത്തിലും ഉള്ളതുപോലെ സോ മെനി റിസ്ക് ഫാക്ടേഴ്സും വരുന്നുണ്ട് ഇതിനകത്ത്. ഈ ബ്ലോക്കിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താന്ന് വെച്ചാല്, ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള മനുഷ്യരില് ഈ ടെസ്റ്റ് ചെയ്ത ബ്ലോക്കിനുള്ള ടെസ്റ്റുകൾ ചെയ്താൽ എത്ര വന്നാലും കുറെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതേസമയം വേറൊരു രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബ്ലോക്കുകളൊക്കെ ഒരു വലിയ പരിധിവരെ ഉണ്ടായാലും നമ്മൾ ECGയിലോ ഒന്നും അങ്ങനെ സാധാരണ അറിയാൻ പറ്റൂല. എക്സസൈസ് വെച്ചുള്ള ECG ആണെങ്കിലും കാര്യമായിട്ട് അറിയാൻ പറ്റൂല. അതുകൊണ്ട് പലപ്പോഴും ഈ ബ്ലോക്ക് ഉള്ളവർ പോലും ECGയിലൊന്നും അത് അറിയാതെ പോകുന്നു എന്ന്. എത്രമാത്രം ഇതൊക്കെ ശരിയാണ്? ECGയിൽ ബ്ലോക്ക് നമ്മളെല്ലാം ഒന്നും അറിയണമെന്നില്ല. കാരണം ഈ രക്തക്കൊഴലുള്ള 70% അടഞ്ഞിരിക്കുകയാണെങ്കിൽ അവരൊരു സിംറ്റം ഇല്ലാതെ നടക്കുന്നവരായിരിക്കും പലരും. കാരണം അത്രയും ബോഡി അത്ര അഡ്ജസ്റ്റബിൾ ആണ്. അതായത് 70% ബ്ലോക്ക് ഉണ്ടെങ്കിലും 80% ബ്ലോക്ക് ഉണ്ടെങ്കിലും ഈവൻ 90-100% ബ്ലോക്ക് ആണെങ്കിലും നമ്മൾ അറിയണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് വേറെ രക്തക്കൊഴലുകളെ ഉണ്ടാക്കാൻ നോക്കും. നമ്മുടെ ബോഡിക്ക് നാച്ചുറൽ ബൈപ്പാസ് മെക്കാനിസം ഉണ്ട്. അത് നമ്മൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് അവർ പുതിയ രക്തക്കൊഴലുകളെ ഉണ്ടാക്കാനായിട്ടുള്ള അവിടെ മറ്റേ അല്ലാത്ത ഭാഗത്തുനിന്നും കയറി വരും. അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള കാരണം അതാണ്. പക്ഷെ പലർക്കും നമ്മളുടെ ഈ പുതിയ രക്തക്കൊഴലൊക്കെ കൊണ്ടാണ് ന്യൂട്രീഷൻ ഒക്കെ കറക്റ്റ് ആകണം. അപ്പം അതുകൊണ്ടാണ് പലരും ഉണ്ടല്ലോ നല്ല ഒരു കുറച്ചൊക്കെ ഇതൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. അത് ആ ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ബേസിക്കലി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ECGയിലകത്ത് അറ്റാക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അന്നേരം അറ്റാക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ അവിടെ ഈ ECG മെഷർ ചെയ്യുന്ന നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. ഹാർട്ടിനകത്തൊരു നെർവ് സിസ്റ്റം ഉണ്ട്. അതിനകത്തൊരു പ്രത്യേക പാറ്റേണിലാണ് ഈ പോളറൈസ് ചെയ്യുക ഡീപോളറൈസ് ചെയ്യുക എന്ന് പറയും. ഇപ്പം നമ്മളുടെ അതിന് ആ നെർവിൽ കൂടെ ഈ കറണ്ട് പോകുന്നതിന്റെ ഒരു പാറ്റേൺ ആണ്. അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിന് വേരിയേഷൻ വരണമെങ്കിൽ അതിന്റെ ഭാഗത്ത് ഇന്ന ഭാഗത്ത് അത് നെർവിന് ഡാമേജ് വന്നിട്ടുണ്ട്, അതില് കറക്റ്റായിട്ട് ഡീപോളറൈസേഷൻ നടക്കുന്നില്ല, അല്ലെ റീപോളറൈസേഷൻ നടക്കുന്നില്ല, നെർവ്സിനും മസിലും വന്ന ഡാമേജ് ആണ് അത് കാണിക്കുന്നത്. അത് അന്നേരം വന്നിരിക്കുന്ന ഇമ്മീഡിയറ്റിലുള്ളതേ ഉള്ളൂ. അതിനുള്ളിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഈ ECG വേരിയേഷൻ എല്ലാം തന്നെ മാറി വരും. പിന്നെ അവിടെ സ്കാറിങ് ഒക്കെ വന്ന് ഹീൽഡ് ഉണ്ടെങ്കിൽ നമുക്കതും ചിലപ്പം ECGന്ന് കിട്ടിയെന്നിരിക്കും. അപ്പൊ ECG വെച്ച് നമുക്ക് ECGയിൽ പോസിറ്റീവ് ആയാൽ ശരിയാണ്, നമുക്ക് അറ്റാക്ക് വന്നു, നമുക്ക് അതിന് ഓൾഡിനൊരു ലക്ഷണം, അത് പഴയ അറ്റാക്കിനും പുതിയ അറ്റാക്കിനും ഒക്കെ തമ്മിൽ ലക്ഷണങ്ങളുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയും ST സെഗ്മെന്റ് എലിവേറ്റഡ് അറ്റാക്ക് എന്ന് പറയും. ST സെഗ്മെന്റ് എലിവേറ്റഡ് ആണെങ്കിൽ അന്നേരം റീസണബിളി ഒരു റീസെന്റ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നെന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ശരിക്കും അപ്പോൾ മിക്കവാറും അതൊരു ബ്ലോക്ക് വന്നിട്ടാണെന്നുള്ള, ബ്ലോക്ക് വരുമ്പോഴാണല്ലോ വരുന്നത്. അതായത് ഈ കൊഴുപ്പിനകത്ത് എന്തെങ്കിലും ഇതുമെല്ലാം വന്നിട്ട് ഈ ബ്ലോക്കിന്റെ അവിടെ ഒരു രക്തക്കട്ടയും കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിനകത്ത് അസ്യൂം ചെയ്യുന്നത്. അത്തരം ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിതിൻ 1 or 2 hours ഒക്കെ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെന്റ് ഒന്നൊക്കെ ഇടുന്നതിന് പകരം പണ്ടതായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്, ഒരു ഈ ക്ലോട്ടിനെ അലിയിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പൊ അത് കൊടുത്ത് അപ്പൊ തന്നെ ആ ക്ലോട്ടിനെ അലിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതായിരുന്നു. പിന്നെ ഇപ്പോഴാണല്ലോ എല്ലായിടത്തും നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ ഉള്ള ഫെസിലിറ്റി വന്നത്. അപ്പൊ പലപ്പോഴും കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോകില്ല, നേരെ അപ്പൊ തന്നെ പ്രൈമറി ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ് അതിലേക്ക് പോകും. അപ്പൊ അവിടെ ശരിക്കും സംഭവിക്കുന്ന അവിടെ ഒരു ക്ലോട്ട് ഇരിക്കുകയാണ്. അപ്പൊ ശരിക്കും അതിന്റെ
കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ ക്ലോട്ടിനെ എലീപ്പിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റത് ആ ക്ലോട്ടിന്റെ അവിടെ ചിലപ്പോൾ അതിനകത്തൂടെ സക്ക് ചെയ്തെടുക്കുക അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ വലിയ ക്ലോട്ടൊക്കെ ആണെങ്കിൽ ഈ കാത്തീറ്ററിൽ കൂടെ സക്ക് ചെയ്ത് ആ ക്ലോട്ടിനെ മാറ്റുക, എന്നിട്ട് അവിടെ പിന്നെ സ്റ്റെന്റും കൂടി ഇടുക. പല രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് അറിയാൻ വേണ്ടി ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട്, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ആൻജിയോഗ്രാം ചെയ്യാം. ഈവൻ ഇതിലെ ഈ റേഡിയൽ പെർക്യൂട്ടേനിയസ് നമ്മൾ ഇൻവേസീവ് ആയിട്ടുള്ളത് തന്നെ ജസ്റ്റ് അറിയാൻ വേണ്ടി, അത് ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ഡേഞ്ചറസ് പ്രൊസീജിയേഴ്സ് ആണ്. അതൊക്കെ ശരിയാണ്, 99% ഒരു കുഴപ്പമൊന്നുമില്ല. ഈവൻ 99.9% കുഴപ്പമില്ലെങ്കിലും ഒരാൾക്ക് ഒരു അറ്റാക്കിലേക്ക് പോയി അല്ലെങ്കിൽ ഡെത്തിലേക്കും വരാമെന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ശരിക്കും ഈ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ സിംറ്റമാറ്റിക് അല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. ഇന്നല്ലാത്ത മറ്റ് വളരെ ഈസി ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് അറിയാനായിട്ട്. പലതരം ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ ഉണ്ട് ഇപ്പൊ ഹാർട്ടിന് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയാൻ. പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാം. ECG ഡെഫിനറ്റ്ലി ECGയിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതൊരു റീഅഷ്വറിങ്, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാം. അതിനും കുഴപ്പമില്ലെങ്കിൽ റീഅഷ്വറിങ്. പിന്നെ അതിലെല്ലാം ഏറ്റവും ഈസി ആയിട്ടുള്ളത് തന്നെ ബ്ലഡ് ടെസ്റ്റാണ്. അപ്പൊ അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. ആകെ ഒരു ബ്ലഡ് ഡ്രോ ചെയ്യുന്നതിന്റെ ഒരു ഇത് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇന്ന് വെരി ഇഫക്റ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ മാത്രം മതിയാവും. പിന്നെ അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. അതാണ് എക്കോ ടെസ്റ്റ്, ഡോപ്ലർ സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. അതുപോലെ രക്തക്കൊഴലുകളുടെ ഏജിങ് അറിയുക, അതിന്റെ എത്ര തിക്നെസ്, എത്ര കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്, ഇത്തരം ടെസ്റ്റുകളൊക്കെ വെച്ച് മതി. ശരിക്കും ആൻജിയോഗ്രാം ശരിക്കും ഇന്നത്തെ ഇത്രയും മെഡിസിൻ ഇത്രയും ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ആൻജിയോഗ്രാമിന്റെ കാര്യമായിട്ടുള്ള ആവശ്യമില്ല. ഈവൻ ഒരാളുടെ ഒരു നമ്മളൊരു ട്രീറ്റ്മെന്റ് അല്ലെ ഒരു ജീവിതശൈലി ക്രമീകരണം നടത്തി കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് ഇംപ്രൂവ്മെന്റ് അസസ് ചെയ്യാനും ഈ ടെസ്റ്റുകളൊക്കെ തന്നെ മതി. ബേസിക്കലി ഞാൻ ക്ലിനിക്കലി ഈ ബൈപ്പാസ് വേണമെന്നും സ്റ്റെന്റ് ഇടണമെന്നും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബൈപ്പാസ് ചെയ്തു എന്നിട്ട് ശരിയായില്ല, എന്നിട്ട് പിന്നെയും വന്നു രണ്ടാമത് ബൈപ്പാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞവരെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റുകളും ഇതിലെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിന് ഏറ്റവും പ്രധാനം പേഷ്യന്റിന് സിംറ്റമാറ്റിക് റിലീഫിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എത്ര നേരത്തെ ആണെങ്കിൽ ഒഴിച്ച് നടക്കുമ്പോൾ തന്നെ നെഞ്ചുവേദന വരുന്ന ആൾക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനും നടക്കുമ്പോൾ പ്രശ്നം വരുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ അറിയാമല്ലോ, നമ്മളുടെ ബോഡി തന്നെ നമ്മളോട് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡാണ് നമ്മളോട് പറയാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നേരെ കിട്ടുന്നത് ബ്ലഡിലാണ് കിട്ടുന്നത്. നമുക്ക് ഈ അറ്റാക്ക് ഒക്കെ വന്നവർക്ക് ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് കൂട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് അറിയുന്നത്. ECG ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ട്രോപ്പോണിൻ കൂടുതലാണ്. ട്രോപ്പോണിൻ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് നോക്കി വെച്ചിട്ട് നമ്മൾ അത് കുറഞ്ഞു വരുന്നത് നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രോപ്പോണിനൊക്കെ നോർമലായി BP-യും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ബേസിക്കലി മരുന്നില്ലാതെ നോർമൽ ആകണം. അങ്ങനെ ആകാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ പോയി എല്ലാ വർഷവും പോയി ഒരു ആൻജിയോഗ്രാം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തിയത് കൊണ്ടോ ഒന്നും നമ്മളുടെ ഹാർട്ടിന്റെ ഹെൽത്ത് കൂടിയല്ല. ഹാർട്ടിന്റെ ഹെൽത്ത് കൂട്ടണമെങ്കിൽ ആകെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, ബോഡിയെ കറക്റ്റ് ചെയ്യുക. ഓവർ വെയിറ്റോ അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മളുടെ ഹാർട്ടിന് റെസ്റ്റ് കൊടുക്കുക. രക്തക്കൊഴലുകളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ മാറ്റാനായിട്ട് നമ്മൾ കൊഴുപ്പിനെ ആർക്കും സക്ക് ചെയ്തൊന്നും മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ അറൗണ്ട് 60,000 മൈൽസ് രക്തക്കൊഴലുകളുണ്ട്. അതിനെ ഒന്നും പോയി നമുക്ക് കൊഴുപ്പൊന്നും വലിച്ചെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അത് നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എക്സസൈസ് ചെയ്ത് കാലറി ഫുഡിലെ ഊർജത്തിന്റെ അളവ് കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്യുവാണെങ്കിൽ വെരി ക്ലിയർ ആണ്. നമുക്ക് ഓരോ ആഴ്ചയും തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. നമ്മൾ ഈ ട്രോപ്പോണിനൊക്കെ കൂടിയിരിക്കുന്നവരുടെ കറക്റ്റ് ന്യൂട്രീഷനും ഇതും കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ വീക്സ് ഓരോ ആഴ്ചയും ചെക്ക് ചെയ്യുകയാണ് ക്ലിയർ ആയിട്ട് വരുന്നത് കാണാം. അതുപോലെ BP മൾട്ടിപ്പിൾ മരുന്നുകൾക്ക് BP-ക്ക് കഴിക്കുന്നവർക്കും കറക്റ്റ് ഡയറ്റും കറക്റ്റായിട്ട് എക്സസൈസും ചെയ്താൽ ഇതിന്റെ എല്ലാ BP മരുന്നുകളും ഹാർട്ടിന് വേണ്ടിയിട്ട് ബ്ലഡ് വെസൽ ഡയലറ്റേഷനും അഞ്ചേനയ്ക്കും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളും എല്ലാം കുറച്ചും കൂടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിപ്പം നമ്മൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന സംശയം എന്താന്ന് വെച്ചാല്, ഇത്രയും നമ്മളുടെ ഈ ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടും ഈ ബൈപ്പാസ് സർജറി പോലെ ഇങ്ങനെ ഒരു മേജർ സർജറി
എന്തുകൊണ്ടാണ് ഇപ്പോഴും പലപ്പോഴും ആവശ്യം വരുന്നത്? ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ലാർജ് ഒത്തിരി പേഷ്യൻസിന്റെ ഉള്ള സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, മരുന്ന് ഇപ്പം മോഡേൺ നമ്മുടെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് മോഡേൺ മെഡിസിൻ നോക്കിയാൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഹാർട്ടിന് വേണ്ടിയിട്ട്, പിന്നെ മരുന്നുകൾ, പിന്നെ സ്റ്റെന്റ് ഇടാം, പിന്നെ ഉള്ളതാണ് ബൈപ്പാസ് സർജറി. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രം വെച്ചിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് ശരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവർക്ക് മരുന്നില്ലാതെ BP-യും പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ശരിയായ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ അങ്ങനെ എല്ലാവരോടും പറയും, ഈ 3 കൂട്ടരോടും പറയും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും. മരുന്ന് കഴിക്കുന്നവരോടും ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ചില ഡോക്ടേഴ്സ് മരുന്ന് മാത്രം കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലര് സ്റ്റെന്റ് ഇടുന്നവർ, ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റ് തന്നെ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. സ്റ്റെന്റ് ഇടുന്നതുണ്ട്, ചിലർ ബൈപ്പാസ് ചെയ്യുന്ന സർജനും. ഇപ്പൊ ഈ 3ന്റെ കൂടെ വെച്ച് നോക്കിയിട്ടും കാണിച്ചിരിക്കുന്നത് ഏത് രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്താലും 5 years സർവൈവല് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വെച്ച് മരിക്കാനുള്ള സാധ്യത ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അതായത് ബൈപ്പാസ് ചെയ്തവർക്കോ മറ്റവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മരുന്ന് കഴിക്കുന്നത്. അപ്പം നമ്മൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ആകെ ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നവർക്കും അവസാനം അടുത്ത അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ജീവിതശൈലി എത്ര കറക്റ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ മറ്റേ എത്ര കാലം കൂടെ ജീവിക്കും എന്നുള്ളതിനൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എന്താന്ന് വെച്ചാൽ ഇത് പേഷ്യൻസിന്റെ കാണാറുണ്ട്. ഇപ്പം പലപ്പോഴും ഈ പലർക്കും പേടിയായിരിക്കും, പ്രത്യേകിച്ച് പ്രായമായവരാണ്, 60-70 ഒക്കെ വയസ്സുള്ളവര് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പേരൻസിന് ഇപ്പം അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ അവർക്ക് വേണ്ടെന്നാണ്, പക്ഷെ മക്കള് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരിത്. അപ്പം ചെയ്തില്ലെങ്കിൽ മരിക്കുവോ എന്നുള്ളതാണ്. ഇനി നമ്മളോട് ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ മക്കളുടെ റെസ്പോൺസിബിലിറ്റി, എല്ലാവരും അതാണ്, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ, അതുകൊണ്ടുള്ളതാണ്. അപ്പൊ അച്ഛൻ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും മക്കളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പേഷ്യൻസും വരാറുണ്ട്, പേരൻസിന്റെ നിർബന്ധത്തിൽ പറഞ്ഞ് പിന്നെ അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒന്നും വേണ്ടിയിട്ട് നിൽക്കാതെ നിർബന്ധിച്ചു കൊണ്ടുപോയി ചെയ്യിക്കുന്ന സാഹചര്യങ്ങൾ പലതും കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേജർ സർജറിയാണ്. അപ്പൊ നമ്മളുടെ ശരിക്കും ഇവിടെ ഒരു സ്റ്റേർണം എന്ന് പറഞ്ഞൊരു ബോണുണ്ട്, നമ്മളത് ആരും അറിയുന്നില്ല, അത് മറ്റുള്ള ബോണ് പോലെ പൊങ്ങി നിൽക്കാത്തതുകൊണ്ട്. അത് നമ്മളുടെ ബോഡിയിലെ ഓൾമോസ്റ്റ് ഏറ്റവും ഹാർഡായിട്ടുള്ള ബോണാണ്. അതിലേക്കാണ് നമ്മുടെ ഈ റിബ്സ് എല്ലാം, അതായത് വാരിയെല്ലാം വന്ന് മുമ്പിലേക്ക് കൂടുന്ന അവിടെയാണ്. അതിന് കീഴെയാണ് നമ്മൾ ഹാർട്ടിനെ അത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ മെയിൻ പാർട്ട് ഹാർട്ടിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ പേസ് മേക്കർ പോലെയുള്ള ഭാഗമൊക്കെ ഇരിക്കുന്നത് റൈറ്റ്, മറ്റൊരാണ് ഇങ്ങോട്ട് ചേർന്നിരിക്കുന്നത്, ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ മേജർ ബോണിനെ കട്ട് ചെയ്ത്, ശരിക്കും നമ്മൾ ഈ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ മെഷീൻ വെച്ച് വേണം ഇത് കട്ട് ചെയ്യാനും. അങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വേണം നമ്മൾ ഈ ബൈപ്പാസ് സർജറി ചെയ്യാനായിട്ട്. ഈ ബൈപ്പാസ് സർജറി ചെയ്യുമ്പോഴാണെങ്കിലും ഒന്ന്, പിന്നെ നമ്മൾ കാലേന്ന് ഒക്കെ ഉള്ള രക്തക്കൊഴലുകൾ എടുക്കണം, ബൈപ്പാസ് ചെയ്യാനായിട്ട് രക്തക്കൊഴൽ വേണമല്ലോ. പിന്നെ അതുപോലെ നമ്മുടെ ചെസ്റ്റിലേക്ക് കൊടുക്കുന്ന രക്തക്കൊഴലുകളെ എടുത്തും കൂടെയാണ് ഹാർട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചെസ്റ്റിന്റെ രക്തയോട്ടം, അതായത് നെഞ്ചിലെ ഭിത്തിക്ക് കൊടുക്കുന്ന രക്തക്കൊഴലുകളെയും കൂടെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ഈ സ്റ്റേർണത്തിനും ഈ ശ്വാസകോശത്തിന്റെ മസിലിനും ഒക്കെ കൊടുക്കുന്ന ഈ രക്തക്കൊഴലുകളാണ്. അപ്പൊ അവിടെ ഒരു കോംപ്രമൈസും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കുറെ അധികം രോഗങ്ങളും കൂടെ ഉള്ള ആൾക്കാരായിരിക്കും ഈ മിക്കവാറും ബൈപ്പാസിന് വേണ്ടി വരുന്നവർക്കെല്ലാം മറ്റു രോഗങ്ങളും ഉണ്ടാവും, അല്ലാതെ വെറുതെ ഒരാൾക്ക് ഹാർട്ടിന് ബ്ലോക്ക് വരില്ലല്ലോ. അപ്പം ഈ രോഗങ്ങളെല്ലാം ഉള്ള ഒരാൾക്ക് നമ്മൾ ഇത്രയും മേജർ സർജറി ചെയ്യുമ്പോൾ, ഈവൻ നമ്മൾ ഈ ഇവിടെ ഓപ്പൺ ചെയ്ത് പിന്നെ ഹാർട്ടിനെ ഒരു മെമ്മറി എന്ന് പറയും, അതായത് ഞാനൊരു വേറൊരു പൊതിയുന്ന ഒരു ഇതുണ്ട്, പെരിക്കാർഡിയം എന്ന് പറയും, അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് രക്തക്കൊഴലുകളെ കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഹാർട്ടിന്റെ പുറത്തുകൂടെയാണ് നമ്മളുടെ ഈ ഹാർട്ടിന്റെ രക്തക്കൊഴലുകളെല്ലാം പോകുന്നത്. അവിടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാർട്ടിനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടാകുമ്പോൾ അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ മിടിക്കുന്ന ഹാർട്ടിലും ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഇതൊക്കെ വന്നിട്ടുണ്ട്.
എന്നാൽ ഹാർട്ട് ലങ് മെഷീനിലേക്ക് മാറ്റും. അതായത് ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഫങ്ഷൻ ചെയ്യുന്നത് വേറെയാണ്. ആ രീതിയിൽ അത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ്. അപ്പൊ കുറെ സമയത്തേക്ക് ഒരു ഈ ഓപ്പറേഷൻ ടൈം മൊത്തം ഒരു മെഷീനാണ് നമ്മളുടെ ഹാർട്ടിന്റെ പമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രക്തം കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഫോറിൻ ബോഡിയായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കട്ട പിടിക്കും, കട്ട പിടിച്ച് തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം എന്നാലും ചെറിയ മൈക്രോ കട്ടകൾ വരാം. അതൊക്കെ ബ്രെയിനിലൊക്കെ അടിഞ്ഞ് മൈക്രോ ഇൻഫാക്ട്സ് വരാം. അപ്പൊ അതാണ് നമ്മൾ പലപ്പോഴും ഈ ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പലരുടെയും മെമ്മറി കുറയുക, കോഗ്നിറ്റീവ്, അതായത് നമ്മുടെ ബുദ്ധിയും നമ്മളുടെ ആലോചനാ ശേഷിയും ഒക്കെ കുറയുന്നത് ഇത്തരം മൈക്രോ ഇൻഫാക്ട് വരുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ 70 വയസ്സും പ്രത്യേകിച്ച് കിഡ്നി കോംപ്രമൈസ്ഡ് ആയിരിക്കും, ലിവർ കോംപ്രമൈസ്ഡ് ആയിരിക്കും, പ്രായത്തിൻ്റെതായ എല്ലാ രോഗങ്ങൾക്കും വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്തരം മേജർ സർജറിയൊക്കെ, അത് മാത്രമല്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും മരുന്ന് മാത്രം എടുത്താലും സ്റ്റെന്റ് ഇട്ടാലും ബൈപ്പാസ് ചെയ്താലും അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നെക്സ്റ്റ് 5 years or 10 years ലൈഫ് എക്സ്പെക്ടൻസി സെയിം ആണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിന് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. ഓരോരുത്തരും ചെയ്യാൻ പോകുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇനി എന്ത് പർപ്പസ് ആണ്. ഇപ്പൊ 60, 70, 75, 80 വയസ്സുള്ളവരെയൊക്കെ കാണാറുണ്ട് ബൈപ്പാസ് ഇത് വരുന്നത്. ഓൾറെഡി കിഡ്നി ഫെയിലിയറിലുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ബൈപ്പാസ് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, കാർഡിയോളജിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ലീഗൽ കേസ് വരും. അപ്പം രോഗി വേണം. ഇപ്പം പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. കിഡ്നിയുടെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാ, ഹാർട്ടിന്റെ നോക്കുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റാ, അതിൻ്റെ കൂടെ ചിലപ്പോൾ ആർത്രൈറ്റിസ് ഉണ്ടാവും, ലിവർ ഉണ്ടെങ്കിൽ ലിവറിന് പ്രോബ്ലം ഉണ്ടാവും. ഇതൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഓരോരുത്തരും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലേ പറയുള്ളൂ. അപ്പൊ ഓവറോൾ നോക്കി എന്ത് തീരുമാനം എടുക്കേണ്ടത് അവനവനാണ് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ പ്രായം കൂടുന്തോറും നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി ആണോ വേണ്ടേ, ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ വേണ്ടേ, അത് സഫറിങ് എത്ര കൂടും. ഓരോ ഓപ്പറേഷൻസും നമുക്ക് സഫറിങ് ആണ്, ഓരോ മരുന്നും നമുക്ക് സഫറിങ്ങും കൂടെ കൂട്ടും എന്നുള്ള, പ്രത്യേകിച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ ഡെഫിനറ്റ്ലി സഫറിങ്ങും കൂടെ കൂടുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. എന്നിട്ട് വേണം നമ്മൾ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട്. ഈ ബൈപ്പാസ് സർജറി കഴിയുന്ന പേഷ്യൻസിന്റെ പിന്നെയും ഹാർട്ട് പ്രോബ്ലംസ് വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് സാധാരണ ആൾക്കാരെ വെച്ച് അപേക്ഷിച്ചാൽ എന്ന് പറയുന്നു. അപ്പൊ ഈ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ആ റിസ്ക് അങ്ങ്, ഹാർട്ടിന്റെ റിസ്ക് അങ്ങ് മാറി എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ. അപ്പൊ അത് ഇത്രമാത്രം ശരിയാണ്? ബൈപ്പാസ് ചെയ്തിട്ട് 10 കൊല്ലം മുമ്പ് ബൈപ്പാസ് ചെയ്തിട്ട് പിന്നെയും കുഴപ്പമില്ലാതെ നടക്കുന്നവര്, 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലാതെ മരുന്നും കഴിച്ച് നടക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. 10 കൊല്ലം മുമ്പ് എന്നോട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ അതല്ല, എനിക്കറിയാം 20 വർഷം മുമ്പ് ബൈപ്പാസ് ചെയ്യണമെന്നോ 30 വർഷം മുമ്പ് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 40-45 വയസ്സിൽ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പോൾ 85 വയസ്സിൽ നടക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയാം. 70-75 ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളവരെ നമുക്കറിയാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് ചിലർ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന് 1 or 2 years അറ്റാക്ക് വന്ന് മരിക്കുന്നുമുണ്ട്. അപ്പൊ അത് അവര് ആ പേഷ്യന്റ് എങ്ങനെ, ചിലപ്പോൾ അവർക്ക് അന്നേരം ബ്ലോക്ക് കുറച്ചുണ്ടാകാം. ആ ബ്ലോക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് പകരം നാച്ചുറൽ ബൈപ്പാസ് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതേ സമയത്ത് ബൈപ്പാസും ചെയ്തു എന്നിട്ട് ഞാൻ ബൈപ്പാസ് ചെയ്തു ഇനി എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് എക്സസൈസും ഇല്ലാതെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ ഫ്യൂ ഇയേഴ്സ് തന്നെ അപ്പം അറ്റാക്ക് വരാനും മരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്തെന്നും കരുതി ആരും ഞാൻ സേഫാന്ന് കരുതണ്ട, സ്റ്റെന്റ് ഇട്ടെന്ന് കരുതിയും സേഫാണെന്ന് ഒട്ടും കരുതണ്ട. കാരണം സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ സ്റ്റെന്റിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് നമുക്ക് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി അടുത്ത ഇത് വരാം. മരുന്ന് കഴിച്ചാലും സ്റ്റെന്റിന്റെ ഇതുകൊണ്ട് അവിടെ കൺട്രാക്ഷൻ വരാം, അതായത് അവിടെ
രക്തക്കൊഴൽ ചുരുങ്ങാം. കുറച്ച് 1-2 വർഷം കഴിയുമ്പോഴേക്ക് ആ സ്റ്റെന്റ് ഇട്ട ഭാഗത്ത് ചുരുങ്ങാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് സ്റ്റെന്റ് ഇടാൻ പറ്റൂലല്ലോ. രക്തക്കൊഴലുകളിൽ എല്ലായിടത്തും ബ്ലോക്ക്, മറ്റേ ഈ കൊഴുപ്പടിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അത് അവിടെ ഇവിടെ എല്ലാം വന്നിട്ടുണ്ടാവും. അപ്പൊ അതെല്ലായിടത്തും ഒന്നും സ്റ്റെന്റ് ഇടാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി കൊണ്ട് വേണം കറക്റ്റ് ചെയ്യാൻ. ഞാൻ പല പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഒരു ബൈപ്പാസ് ചെയ്തപ്പം ബൈപ്പാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ സ്റ്റെന്റ് ഇടുക, ഓർ സ്റ്റെന്റ് ഇട്ടിട്ട് ബൈപ്പാസും കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ജസ്റ്റ് നടക്കാൻ പോലും മേലാത്ത, അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ദൈനംദിന ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, പേഴ്സണൽ ജോലികൾ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ പിന്നെ തിരിച്ച് സാധാരണ ലൈഫിലേക്ക്, അവരുടെയൊക്കെ പഴയ ബിസിനസ്സൊക്കെ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയവരൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രക്തക്കൊഴലുകൾ ക്ലിയർ ആകും. പിന്നെ അതുപോലെ ക്ലിയർ ആകാൻ പറ്റാത്തതാണ് അതിന് പകരം നമ്മളുടെ ബോഡി തന്നെ നാച്ചുറൽ ബൈപ്പാസ് ഉണ്ടാക്കും. പിന്നെ ഒരു ബൈപ്പാസ് ചെയ്തു, പിന്നെ 1-2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ ബൈപ്പാസ് ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ഹാർട്ട് പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. പേഷ്യന്റ് വില്ലിങ് ആണോ, അവൻ മിക്കവാറും ഇവരൊക്കെ 10, 20, 30, 40 വർഷമായിട്ട് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. ഈ നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിൽ നിന്ന് എല്ലാം നമുക്ക് മാറാൻ പറ്റുന്ന, അല്ലാതെ ബൈപ്പാസ് സർജറിന്ന് ഒഴിവാക്കാനോ സ്റ്റെന്റ് ഒഴിവാക്കാനോ മാത്രമല്ല പറ്റുന്നത്. നമ്മൾ മിക്കവാറും ഇതെല്ലാം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. അവർ 3-4 നേരം ഇൻസുലിനും എടുത്തോണ്ടായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ കുറെ മരുന്നും കാണും. ഈ ഡയബറ്റിക് മെഡിസിൻ എല്ലാം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. പിന്നെ മരുന്നുകളാണെങ്കിൽ പ്രഷറിനും ഹാർട്ടിനും ഒക്കെയുള്ള എല്ലാം നമുക്ക് ഇതിനെ മന്ത് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും. പിന്നെ ആകെ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പലരും അങ്ങനെ വരാറുണ്ട്. സ്റ്റെന്റ് ഇട്ടിട്ട് 1 മാസമായി, അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ടിട്ട് 2 ആഴ്ചയായുള്ളൂ, ഇനി ഒരു സ്റ്റെന്റ് കൂടെ, ഒന്നും കൂടെ സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ടെൻഡൻസിയാണ് ഫേസ്ഡ് സ്റ്റെന്റ്. അതായത് ഈ പ്രത്യേകിച്ച് ഈ കാൽസിഫൈഡ് കുറച്ച് ഡിഫിക്കൽട്ട് സർജറി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു സ്റ്റെന്റ് അല്ലെ 2 ഇടുള്ളൂ, പിന്നെ അല്ല 1, 2, 3 സ്റ്റെന്റും കൂടി ഇടണമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു സ്റ്റെന്റ് ഇട്ട് ഇനി ബൈപ്പാസും കൂടി ചെയ്യണമെന്ന് പറയും. അങ്ങനെയുള്ളതും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസും വരാറുണ്ട്. ഇവരുടെ എല്ലാ മരുന്നുകളും നമുക്ക് ഇതിന്റെ മന്ത് മിക്കവാറും ഇതെല്ലാം നിർത്താം. പക്ഷെ സ്റ്റെന്റ് ഇട്ട് ഒരാഴ്ചയായിട്ടുള്ള അയാൾ ഒരു 1 ഇയർ വരെ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എന്താ സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ്, ആസ്പിരിൻ ഒക്കെ ഈ BP ഉള്ളവർക്കൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ റിസ്ക് വേറെയുണ്ട്. സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഒരു ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ മാറ്റാൻ പറ്റും. പ്രഷർ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും ഇതിനെ മന്ത് പ്രഷറിന്റെ മരുന്നൊക്കെ നിർത്താൻ പറ്റും. അപ്പൊ പിന്നെ മറ്റേ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രിലോ പോലുള്ള അതിന്റെ ബ്ലഡ് തിന്നറിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മരുന്നിനോടുള്ള സൈഡ് ഇഫക്റ്റ്, അതുകൊണ്ട് വരാവുന്ന സൈഡ് ഇഫക്റ്റും നമുക്ക് ഇതിനകത്തുനിന്ന് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ഇത്. ഇങ്ങനെ ഓൾറെഡി ഇട്ടുപോയി സ്റ്റെന്റ് ഇട്ടവർക്കും ഒക്കെ ഇതാണ്. അത് മാത്രമല്ല 1 ഇയർ കഴിയുമ്പോഴേക്കും നമുക്ക് ആ മരുന്നുകളും ഈ ആകെ ഈ ബ്ലഡ് തിന്നർ മാത്രമേ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ അതിന്റെ ആ കാലാവധി കഴിയുമ്പോൾ അതും കൂടെ നമുക്ക് നിർത്തി, പിന്നെ എല്ലാം നമ്മൾ പ്രഷറും ഷുഗറും എല്ലാം നോർമലായിട്ട് കണ്ടിന്യൂ കൂടെ ചെയ്താലേ ഉള്ളൂ. പലപ്പോഴും പേഷ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെയല്ല, നമ്മൾ ഒരു 3 മന്ത്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മന്ത്സ് ആണ് നമ്മൾ ഇത് മന്ത്ലി മോണിറ്ററിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മന്ത്സ് കഴിയുമ്പം പിന്നെ അടുത്ത 1 ഇയർ ആകുമ്പം അങ്ങനെ ഒന്ന് ഇടയ്ക്ക് നോക്കി എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. കാരണം ജീവിതശൈലിയാണ്, മനുഷ്യരാണ്, നമ്മൾ എന്തായാലും തെറ്റിക്കും. കാരണം നമുക്കിവിടെ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്, എല്ലാ ആഘോഷങ്ങളും വരും. ഒരു ഇയർലി ഒരു 10-15 മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ വരും. അതുകൂടാതെ പിന്നെ എല്ലാ വീട്ടിലും മാമോദീസ, കല്യാണം, ഇതെല്ലാം കൂടെ വരുമ്പം എപ്പോഴും നമുക്ക് ജീവിതശൈലി തെറ്റും. പിന്നെ ഇപ്പൊ മലയാളിക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കൾ അമേരിക്കയിൽ നിന്ന് അല്ലെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്ന അതിന്റെ ഒരു ആഘോഷം വരും. ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്തായാലും തെറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വന്നാലും വീണ്ടും തിരിച്ചു പിടിക്കണം. കുറെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല.
അപ്പം ഒരിത്തിരി തെറ്റുമ്പോൾ തന്നെ ഒരു മാസം തെറ്റിയാൽ അടുത്ത മാസം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഒത്തിരി നമ്മൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആൾ 1 മാസമോ 2 മാസമോ ഒക്കെ ഇച്ചിരിയൊക്കെ തെറ്റിച്ചാലും ഒന്നും പ്രശ്നം വരികയില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ചിലരൊക്കെ ഇതും കഴിഞ്ഞ് പോയിട്ട് പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രോബ്ലം വരുമ്പോഴാണ് പിന്നെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്തു, എല്ലാം കറക്റ്റായി, മരുന്നില്ലാതെ പ്രഷർ മാറി, ഷുഗറിന്റെ മരുന്നില്ല എന്ന് വെച്ചാലും ഇതെല്ലാം നോർമലായി നിൽക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും തെറ്റുമ്പോൾ അതിന് തിരിച്ചു പിടിക്കാനും കൂടെ നോക്കണം. ഇപ്പം ഈ ഹാർട്ട് അറ്റാക്കിന്റെ പ്രോബ്ലം അത് സംബന്ധമായിട്ടുള്ള ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഈ ബൈപ്പാസ് സർജറിയുടെ കാര്യം പറഞ്ഞു. അത് ഇതേപോലെ തന്നെ ഈ ഹൃദയം സംബന്ധമായിട്ട് വേറെ ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സൈഡും ഉണ്ടല്ലോ, അത് ശരിക്കും എന്താണ്? ഹാർട്ട് ഫെയിലിയർ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പൊ നമ്മൾ യൂഷ്വലി ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എക്കോയുടെ ഇത് വെച്ചിട്ടാ പമ്പിങ് കുറഞ്ഞു പോയി. അപ്പൊ പമ്പിങ് കുറഞ്ഞു പോകുമ്പോൾ എന്താ, നമ്മുടെ ഹാർട്ടിന് ശക്തി കുറഞ്ഞു പോയി, പമ്പിങ് കുറയുകയാണ്. അപ്പം ഹാർട്ട് ഇങ്ങനെ വീർത്തു വരാൻ തുടങ്ങി. 2 രീതിയിലുണ്ട്. ഒന്ന് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഹാർട്ടിന്റെ മസിലിന് കട്ടി കൂടുക ചെയ്യുന്നത്. കട്ടി കൂടി അത് ശരിക്കും നമ്മൾ ഈ പമ്പിങ് ബ്ലഡിന് പുറത്തേക്ക് പോകുന്നുണ്ട്, അയോട്ടേന്ന് നമ്മുടെ മെയിൻ രക്തക്കുഴലിലേക്ക് പോകുന്നിടത്തിലേക്ക് പോയി ബ്ലോക്ക് ചെയ്യും. അതാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. അത് ശരിക്കും പറഞ്ഞൊരു ഹെറിഡിറ്ററിയും ഫാമിലിയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ ഉള്ളത്. അപ്പൊ ചെറിയ തോതിലൊക്കെ അതിന് നമ്മൾ എക്കോ കാർഡിയോഗ്രാം ഒക്കെ നോക്കുമ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയും. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി അതായത് നമ്മുടെ ഇടത്തെ അറയുടെ മസിൽ കട്ടി വെക്കുന്നു. അത് ഈ പ്രഷർ ഉള്ളവർക്കെല്ലാം അതുണ്ടാവും. അത് കൂടി വരുമ്പോഴാണ് കൂടുതൽ മസിൽ വരുമല്ലേ, അതിന് കൂടുതൽ രക്തം കിട്ടണം. കൂടുതൽ മസിൽ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ രക്തം ഉണ്ടായാലേ പറ്റുള്ളൂ. പക്ഷെ രക്തക്കുഴലിന് ബ്ലോക്കും കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഈ പ്രഷർ ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുന്നത്. ഈ ഹാർട്ടിന്റെ കൂടുതൽ പ്രഷറിന് പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ മസിൽ കെട്ടി വെച്ചിട്ട് അത്രയും മസിലിന് ബ്ലഡ് കൊടുക്കാനില്ലാതെയും വരും കൂടെ ചെയ്യുമ്പോഴാണ്. കാരണം BP ഉണ്ടാകാൻ തന്നെ കാരണം രക്തക്കുഴലിന് ബ്ലോക്ക് ഉള്ളതുകൊണ്ട്, അടയുന്നതുകൊണ്ടാണ് ഹാർട്ട് കൂടുതൽ ശക്തിയായിട്ട് പമ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതാണ് അവരുടെ കാരണം തന്നെ. അപ്പൊ നമ്മൾ ഈ ഫെയിലിയറിലേക്ക് പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ചെറിയ അറ്റാക്കുകൾ വരും. എന്നിട്ടും ഹാർട്ടിന്റെ മസിലെല്ലാം വീക്കായി പോയി ഇതിലേക്ക് പോകും. അത് വീക്കായി പോയി ഡയലേറ്റഡ് ഹാർട്ട് ബലൂൺ പോലെ വീർത്തു വരുന്ന പോലെ വരും. അപ്പൊ അതില് നമ്മൾ പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ കൺജനിറ്റൽ, അതായത് അല്ലെങ്കിൽ ഫാമിലിയൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന, അവർക്ക് വലിയ BP ഒന്നും ഇല്ലെങ്കിലും അവരുടെ ഹാർട്ടിന് ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുറത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനും അതിനകത്തെ സൈസും ഒക്കെ കുറഞ്ഞു പോയിട്ട് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും എനിക്കൊരു ഹാപ്പി ആയിട്ട് തോന്നിയത് ഒരു പേഷ്യന്റിന്റെ ഈ ബാക്കി സാധാരണ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഫാമിലിയൽ ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നിട്ട് അവരിനി അവരോട് പറഞ്ഞത് അവർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റില്ല, ആകെ അസ്വസ്ഥതയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലയായി. ഇപ്പം ഉറങ്ങാനും കിടക്കാനും പോലും പറ്റാത്തൊരു നിലയിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടായി. ഈ പേഷ്യന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആകെ ഇനി ചെയ്യാവുന്നത് അവിടെ നിന്ന് കുറച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ സെപ്റ്റം ഉണ്ട്, അവിടെ ഒരു സർജറി ചെയ്ത് കുറച്ച് മസിലിനെ എടുത്ത് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ മസിൽ കട്ടിക്കിരിക്കുകയാണല്ലോ, അപ്പം പറ്റുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വന്നു കഴിഞ്ഞിട്ടാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് അവർ വരുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പേഷ്യന്റ് ശരിക്കും ഈ നമ്മൾ ട്രോപ്പോണിൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, നമ്മൾ അറ്റാക്ക് വന്നിട്ടുണ്ടോന്ന്, അതൊക്കെ തന്നെ അവർക്ക് പോസിറ്റീവ് ആയിരുന്നു. അവർക്ക് അറ്റാക്ക് അല്ല, കാരണം ഈ മസിൽ ഓവർഗ്രോ ചെയ്ത് അതേ യൂസ് ഔട്ട് ചെയ്യുന്ന, അതിന് മസിലിന്റെ പുറത്തു വരുന്ന ഒരു കെമിക്കലാണ് ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അവർക്ക് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ പേഷ്യന്റ് ആക്ച്വലി വിതിൻ 1 or 2 weeks അവർക്ക് കംഫർട്ടബിളി കിടന്ന് ഉറങ്ങാറായെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇത് ഹെറിഡിറ്ററി ആണ്, കൺജനിറ്റൽ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യുകയും ഹാർട്ടിന്റെ ആ വർക്ക് ലോഡ് കുറച്ച് കൊടുക്കുകയും ചെയ്താല്, അപ്പൊ ഇവർ ഒത്തിരി ഒബേസിറ്റി ഒന്നും ആയിരുന്നില്ല, പക്ഷെ അവർ ഓവർ വെയിറ്റ് ആയിരുന്നു. ഐ തിങ്ക് ഒരു അറൗണ്ട് 60 kg എന്തോ ഉണ്ടായിരുന്നു.
അവരുടെ ഈ ഒരു 6 months കൊണ്ട് അവരെ ഒരു 45 kg വന്നു. അതിനൊക്കെ മുമ്പ് തന്നെ ഒരു സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. കാരണം അതിനിടയിൽ മറ്റുള്ള ഫാക്ടേഴ്സും കാണും ഈ അസ്വസ്ഥതയൊക്കെ വരുത്താനായിട്ട്. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ വേറെ എന്തൊക്കെയോടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം ഈ ക്ലിനിക്കലി ഇങ്ങനെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കറക്ഷൻ വരികയാണ്. അപ്പൊ വിതിൻ 1 or 2 weeks അവർ കംഫർട്ടബിൾ ആയി, സിംറ്റം ഫ്രീ ആയി. പിന്നെ ബൈ ദ ടൈം 6 months ആയപ്പോഴേക്കും അവരുടെ ഈവൻ ട്രോപ്പോണിൻ ലെവൽ അതും പതുക്കെ പതുക്കെയാണ് കുറഞ്ഞുകൊണ്ട് വരുന്നത്. അതും ഏകദേശം നോർമലിലേക്ക് വന്ന് റിപ്പീറ്റ് ഹാർട്ട് ഇത് വന്നപ്പോഴേക്കും മസ്കുലർ വാളിന് നമ്മൾ യൂഷ്വലി ഇങ്ങനെയൊക്കെ വരുമ്പോൾ 3 months 6 months ഒക്കെ ആകുമ്പോൾ ഈ എക്കോ കാർഡിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്കറിയാം മസിലിന്റെ തിക്നെസ്, ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത്. അപ്പൊ ഈ പ്രഷർ കൊണ്ടുള്ള ഇത് വരുന്നവർക്കും അതെ, പ്രഷർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും സേഫ് ആയല്ലോ. ഈ പേഷ്യന്റും എനിക്ക് തോന്നുന്നു കുറച്ച് പ്രഷറിന് വേണ്ടിയിട്ടൊക്കെ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. അതുമെല്ലാം നിർത്തി 45 ഇതായപ്പോഴേക്കും ആളും നല്ല യങ് ആയി. എവറിത്തിങ് കാണുമ്പോൾ 50 വയസ്സോ അല്ലെങ്കിൽ ഉള്ള ആളെ കണ്ടു കഴിഞ്ഞാലും നല്ല യങ് ആൻഡ് 24 years 20 yearsലേക്കുള്ള ആ യങ്നെസ് വരും എന്നുള്ളതാണ്. അതൊക്കെ പക്ഷെ നമ്മളുടെ സൊസൈറ്റിയിൽ ഈ യങ് ആയിട്ടിരിക്കുന്നത് എല്ലാവരുടെയും വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും നമ്മൾ ഈ പേഷ്യന്റിനെ പോലും ഫാമിലി മെമ്പേഴ്സ് ഹറൈസ് ചെയ്യാന്നാണ് പറയുന്നത്, അവരുടെ വണ്ണം കുറച്ച് കളഞ്ഞതിന്. വണ്ണമില്ല, നമ്മൾ ഓവർ വെയിറ്റ്, നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടുക എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഹാർട്ട് അറ്റാക്കിന്റെയും ഹാർട്ടിന്റെ വർക്ക് ലോഡും നമ്മുടെ ഹാർട്ടിന്റെ മസിലിന്റെ ഭിത്തിയുടെ ഇതും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ സേഫ് ആയിട്ടിരിക്കണം, ഹാർട്ടൊക്കെ സേഫ് ആയിട്ടിരിക്കണമെന്നുണ്ട് നമ്മളെപ്പോഴും ലോ നോർമൽ BMI വരണ്ടേ, അല്ലാതെ ഹൈ നോർമൽ. എല്ലാവരും കരുതുന്നത് ഹൈ നോർമൽ 25 ആയിരിക്കണമെന്നാണ്. 25 അല്ല, ഇന്ത്യൻസിന് ഏറ്റവും ബെസ്റ്റ് 18 എന്ന് പറയുന്നില്ല, അത് ഓരോരുത്തരുടെയും ബോഡി കോമ്പോസിഷൻ. ഒരു 18 to 21, 22 മുകളിൽ പോവാതിരിക്കുകയാണ് BMI നല്ലത്. ഈ ഹാർട്ടിന്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ഈ സ്ഥിരം ആസ്പിരിൻ ഇങ്ങനെ കുറച്ച് ഡോസായിട്ട് കഴിക്കുന്ന കാര്യം കൊളസ്ട്രോളിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വേറെ ചില സ്റ്റാറ്റിൻസ് ഇങ്ങനെ സ്ഥിരം കഴിക്കുന്ന കാര്യത്തെ പറ്റി പറയാറുണ്ടല്ലോ, അത് എത്രമാത്രം അതുകൊണ്ട് ഗുണം ചെയ്യും? ഇതിനൊക്കെ മരുന്ന് കൊടുക്കേണ്ട വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ പേഷ്യന്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്തിനും തുടക്കത്തിൽ പറയുക. അത് രോഗി ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കൊളസ്ട്രോൾ കൂടി നിൽക്കുക, സ്റ്റാറ്റിൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഫെനോഫെബ്രേറ്റ് കുറെ മരുന്നുകളുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ചിലർ 2 3 മരുന്ന് അതിന് തന്നെ കഴിക്കുന്നവരെ കാണാറുണ്ട്. പിന്നെ ആസ്പിരിൻ കൊടുക്കും. പ്രഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നത് റിസ്ക് ആണ്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്തെ തന്നെ ഒരു ഡോസ് മിസ് ചെയ്ത് പോയി എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്ന് നമ്മളുടെ പ്രഷർ കൂടിയാൽ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ആണ്. അതാണ് ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക് നമുക്കറിയാലോ പ്രഷറിന്റെ ഏറ്റവും വലിയൊരു റിസ്ക് സ്ട്രോക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുമ്പോൾ ചെറിയൊരു ഒരു ലീക്ക് ബ്രെയിനിലൊക്കെ വന്നാൽ തന്നെ നമ്മുടെ ബോഡിക്ക് അതിനെ ക്ലോട്ട് ബ്ലീഡിങ് നിർത്താനുള്ള മെക്കാനിസം ഉണ്ട്. നമ്മൾ ഈ ബ്ലീഡിങ് നിർത്താനുള്ള മെക്കാനിസം ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും ഒക്കെ പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പം BP ഉള്ള ഇത്തരം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സ്ട്രോക്കിനുള്ള സാധ്യത കൂട്ടുവാണ്. അതുകൊണ്ടാണല്ലോ, അത് ബ്ലീഡിങ് വരികയാണല്ലോ, അതാണല്ലോ. അപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബ്ലീഡ് ചെയ്ത് മരിക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ ഏകദേശം ഒരാഴ്ചയാണ് ഇതിന്റെയൊക്കെ കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് നിർത്തിയാലും പെട്ടെന്ന് ദിവസമൊന്നും മാറുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഒരു സർജറി ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ്, ഇലക്ടീവ് സർജറിക്കാണെങ്കിൽ ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ഒക്കെ നമുക്ക് നിർത്താം. എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ തന്നെ അറിയാലോ ആ മരുന്ന് വേണേ നിർത്താം. അപ്പം മരുന്ന് നിർത്തി വെച്ചിട്ടാണ് സർജറിക്ക് പോകുന്നത്. ഏറ്റവും റിസ്ക് ഉള്ള സമയം നമ്മുടെ സർജറി ടൈമാണ്. അന്നേരം ഈ മരുന്നൊന്നും എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ബ്ലീഡിങ് നിൽക്കാതെ വരും. പിന്നെ ഇപ്പൊ ചിലർ പേഷ്യൻസ് പറയും, അതില് എനിക്ക് ആവശ്യം വന്നപ്പോ എനിക്ക് സർജറി ഒക്കെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും 10 വർഷമായിട്ട് ആസ്പിരിൻ, ഇതില് നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ് കാണാം, ഞാൻ 10 വർഷമായിട്ട് ആസ്പിരിൻ കഴിക്കുന്ന, പക്ഷെ എനിക്കൊരു സർജറി വേണ്ടി വന്നപ്പം അതൊന്നും നിർത്താതെ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നു.
അന്നേരം മാത്രം നിർത്തി ഇമ്മീഡിയറ്റ്ലി ചെയ്തു തന്നു. പക്ഷെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി അത് ഓവർകം ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ബോഡി എന്ത് മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മളുടെ ഈ പ്ലേറ്റ്ലെറ്റ്സ്, അതാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിനാണ്. ഈ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ആ പ്ലേറ്റ്ലെറ്റിന്റെ ഈ രക്തം കട്ട പിടിപ്പിക്കാതിരിക്കാനുള്ള ശേഷി ഇല്ലെന്നാക്കി കളയും. അപ്പൊ നമ്മൾ ഈ ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ബ്ലഡ് പ്ലേറ്റ്ലെറ്റിനൊന്നും അത് അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും ഫങ്ഷനിങ് അല്ല. പക്ഷെ നമ്മുടെ ബോഡിക്ക് അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. സോ അവർ അതിലും കൂടെ കൂട്ടി പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒരാൾക്ക് സർജറി ചെയ്ത് ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ മരുന്ന് എടുത്തിട്ട് അയാൾക്കൊരു കാര്യമില്ലായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും ഒരു ക്ലോട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവിടെ അയാളുടെ ആ മരുന്ന് ഫലിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെ ബോഡി ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പം ഈ മരുന്ന് കഴിച്ചത് കൊണ്ട്, ഈ 10-20 വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ജനറലി സ്പീക്കിംഗ് വലിയ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ബോഡി ഓവർകം ചെയ്യാനും കൂടെ നോക്കും. പക്ഷെ ചിലർക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ ചിലർക്ക് നേരെ തിരിച്ചുമായിരിക്കും. ചിലർക്ക് ഇപ്പൊ ഒരു ചെറിയ ചിലരുടെ കാണാറുണ്ട്, ഇങ്ങനെ പലപ്പോഴും ഈ ഹെമറേജ് ആയിട്ട് വരും. ചെറിയ ചെറിയ നീല നിറത്തിലുള്ള ബ്ലീഡിങ്ങുമായിട്ട് ഇത്തരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് നമ്മളൊരു ഷോക്ക് വന്ന് തലയൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ മതിയാകും, ചിലപ്പം ബ്രെയിനിൽ ചെറിയ ലീക്ക് വരും. നോർമൽ ഇതൊന്നും കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബോഡി തന്നെ അതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് ബ്ലീഡിങ് ഒക്കെ ക്ലോസ് ചെയ്യും. പക്ഷെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പതുക്കെ ഇരുന്ന് ബ്ലീഡിങ് നമ്മൾ അറിയാതെ വലിയ ഹെമറ്റോമയൊക്കെ വന്ന് പലപ്പോഴും ഇത് കാണാറുണ്ടല്ലോ. ഒക്കെ റീസെന്റ് തന്നെ ഒരു മേജർ പേഴ്സണാലിറ്റി അവർക്ക് സബ്ഡ്യൂറൽ ഹെമറ്റോമ, ബ്രെയിനി ഹെമറ്റോമ വന്ന് ഫൈനലി സർജറി ചെയ്തു രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് അദ്ദേഹം ആണെങ്കിലും പറയുന്ന തലവേദനയായിട്ട്. അപ്പം ഇത്തരം മരുന്ന് കഴിക്കുന്നവർ വീണ്ടും വേദന സംഹാരികൾ കഴിക്കുമ്പം ഈ ബ്ലീഡിങ് സാധ്യത വീണ്ടും കൂട്ടും. ഇപ്പൊ ഞാൻ ഈ വേറൊരു മെയിൻ ആള്, ഇങ്ങനെ ഒരു ഫേമസ് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന് തലവേദനയായിട്ട് അദ്ദേഹം ഈ പെയിൻ കില്ലേഴ്സും കൂടി എടുത്തുകൊണ്ട് നടന്നു. അപ്പം ഓൾറെഡി ഈ പെയിൻ കില്ലേഴ്സിനും ഇത് സെയിം റൂട്ടിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി കൊയാഗുലേഷൻ വർക്കെല്ലാം ഇതിനും ഉണ്ട്. അപ്പം ആസ്പിരിനും അതുപോലത്തെ ബ്ലഡ് തിന്നേഴ്സും കഴിച്ചു, അതിൻ്റെ കൂടെ പെയിൻ കില്ലേഴ്സും കൂടെ കഴിച്ചാൽ ബ്രെയിനിലൊക്കെ ബ്രെയിനിനല്ല ഏത് ഭാഗത്ത് വന്നാലും ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡ് വരാം, ഹെവി ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡ് വരാം. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷനും കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ മരുന്നും ഓപ്പറേഷനും ഒക്കെ എടുക്കുന്നത് ഇതിനകത്ത് അതിന്റെ സൈഡ് ഇഫക്ട്സും കോംപ്ലിക്കേഷനും കൂടെ മനസ്സിലാക്കിയേ വേണം. അതിന് ഒരു മരുന്നും ഇല്ല സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തതെന്ന് ഓർക്കണം. ഒരു സർജറിയും ഇല്ല സേഫ് ആയിട്ടുള്ളത്. എല്ലാത്തിനും സർജറി വരുമ്പോൾ അതിൻ്റെ കൂടെ അനസ്തീസിയ ഉണ്ടാകും. എല്ലാം അതിൻ്റെതായ നമ്മളൊരു റിസ്ക്കും കൂടി എടുത്തുകൊണ്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്റ്റെന്റുകൾ ഒന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്തത് വെക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒക്കെ അടുത്ത്, അങ്ങനെ തുടർച്ചയായിട്ട് വെക്കേണ്ടി വരുമ്പോൾ പറഞ്ഞു കേട്ടേക്കുന്നത് ഈ സ്റ്റെന്റ് വെച്ചുകൊണ്ട് നമ്മളുടെ ഈ രക്തക്കുഴലുകളുടെ അതിൻ്റെ ഉള്ളളവ് കുറയ്ക്കാനായിട്ട് ഉള്ള ആ സാധ്യത മാറ്റാൻ സാധിക്കുന്നതല്ല, അത് വീണ്ടും അങ്ങനെ കുറഞ്ഞു വരാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ശരിക്കും എന്താണ് ചെയ്യാൻ പറ്റുക ഈ രക്തക്കുഴലുകളുടെ അകം ഇങ്ങനെ ചെറുതാവാതിരിക്കാൻ? നമുക്ക് ലോജിക്കലി തന്നെ നമുക്കൊരു പൈപ്പിനകത്ത് അവിടെ അതിനകത്ത് കുറച്ച് തുരുമ്പ് വന്നു, ഒരു സ്റ്റീൽ പൈപ്പ്, അതിനകത്ത് കുറച്ച് തുരുമ്പ് വന്നു. അപ്പം നമ്മൾ അതിനകത്ത് ആ തുരുമ്പിനെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് ഒരു സ്പ്രിങ് കയറ്റി വെച്ച് അതിനെ അങ്ങ് വികസിപ്പിച്ചു. അപ്പൊ തുരുമ്പ് ഇങ്ങനെ ഇച്ചിരി കൂടെ കട്ടിപ്പില്ലാത്തതല്ലേ, അപ്പൊ അതിനെ ഇച്ചിരി കൂടെ പുറകോട്ട് തള്ളി വെക്കാൻ പറ്റും. അത്രയും മാത്രമേ നമ്മൾ ഈ സ്റ്റെന്റ് ഇട്ടാലും പറ്റുള്ളൂ. ഈ കൊഴുപ്പിനെ ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് തള്ളി വെക്കാൻ പറ്റും. അപ്പൊ ആ സ്റ്റെന്റിന്റെ സൈസിലുള്ള ഇത് വരും. അപ്പൊ നാച്ചുറലി ആ രക്തക്കുഴലിനേക്കാളും ചെറിയ സൈസിലുള്ള സ്റ്റെന്റല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒരു രക്തക്കുഴലിനകത്ത് കയറ്റണമെങ്കിൽ അതിന്റെ കണക്കിനുണ്ട്. നമ്മള് സ്റ്റെന്റൊക്കെ ഇടുമ്പോഴും അതിന്റെ എത്ര വലിപ്പമുള്ള രക്തക്കുഴലാണ് അതിന്റെ കണക്കനുസരിച്ചുള്ളതാണ്. അപ്പം ആ രക്തക്കുഴലിനേക്കാൾ ആ സ്റ്റെന്റ് തന്നെ ആ രക്തക്കുഴലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള വിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോറിൻ ബോഡിയാണ്. നമ്മുടെ ബോഡിക്ക് എന്ത് ഫോറിൻ ബോഡി വന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു നോർമൽ ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ അത് അതിനോട് എന്തായാലും റിയാക്ട് ചെയ്യും ഒരു പരിധി വരെ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഉള്ളതിൽ നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാത്തതാണ് വരുന്നത്. പക്ഷെ എന്നാലും അതിൽ ക്ലോട്ട് വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മരുന്ന് കോട്ടഡ് സ്റ്റെന്റ് എന്ന് പറയുന്നത്. അത് ക്ലോട്ട് വരാതിരിക്കാൻ അത് നമ്മളൊരു ചിലതരം മരുന്നുകളുണ്ട്. ഈ പ്രത്യേകിച്ച് ക്യാൻസറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് അതിന് കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ ഈ ബ്ലഡ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതും മിനിറ്റില് 80 പ്രാവശ്യം ഒക്കെയാണ് ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രാവശ്യം ഇതിനകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോട്ടിംഗ് ഒക്കെ പോകാൻ അധികം സമയമൊന്നും വേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ ബ്ലഡ് തിന്നേഴ്സും കൂടെ കൊടുക്കുന്നത്. ആ സ്റ്റെന്റിൽ പോയി ക്ലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ സ്റ്റെന്റിൽ പോയി ക്ലോട്ട് പിടിക്കാം, സ്റ്റെന്റിന്റെ വിട്ടിരിക്കുന്ന ഭാഗത്തെ രക്തക്കുഴലുകൾ ചുരുങ്ങാം. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലം ഉണ്ട്. അത് മാത്രമല്ല, അവിടെ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തും ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് സ്റ്റെന്റ് ഇട്ടിരിക്കുന്ന അത് 2 സെന്റിമീറ്റേഴ്സ്, അത് കഴിഞ്ഞ 3 സെന്റിമീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഈ ഒരിടത്ത് ബ്ലോക്ക് കണ്ട് അവിടെ ഇട്ടെന്നേ ഉള്ളൂ. സ്റ്റെന്റ് ഇടുന്നത് മേജർ രക്തക്കുഴലുകൾ റീസണബിളി സൈസ് ഉള്ളിടത്ത് മാത്രമേ സ്റ്റെന്റ് ഇടാൻ പറ്റുള്ളൂ. ഈ ചെറിയ രക്തക്കുഴലുകളിലൊന്നും നമുക്ക് സ്റ്റെന്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് ചെയ്തു, അന്നേരം പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നെഗറ്റീവാ. ആൻജിയോപ്ലാസ്റ്റിയിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, സ്റ്റെന്റ് ഒന്നും ഇടണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പം പലപ്പോഴും അറ്റാക്കും ഒക്കെ വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെറിയ രക്തക്കുഴലുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അതൊന്നും നമുക്ക് ഈവൻ ആൻജിയോഗ്രാമിൽ അറിയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഒരു 50 years നമ്മൾ മോഡേൺ മെഡിസിനിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് വന്നു. അപ്പൊ നമ്മൾ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. എല്ലാം അതുകൊണ്ടങ്ങ് ബൈപ്പാസ് ചെയ്താൽ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചുവേദന വന്നു ഓടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം ശരിയായിക്കോളും. ശരിയാകുന്നത് നമുക്ക് അവിടെ ഒരു സപ്പോർട്ടീവ് കെയർ തരിക എന്നുള്ളതും, പിന്നെ ക്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ലോട്ടിനെ അലിയിപ്പിക്കുകയും ചെയ്യാം, അതൊക്കെ ഉള്ളൂ. ശരിക്കും സ്റ്റെന്റ് ഇടുന്നത് ആ ഒരു എമർജൻസി ഇതിലേക്കുള്ളത് വരുന്നില്ല. അവിടെ നമ്മൾ അതിനെ ഒരിച്ചിരി വിടർത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വരുന്നില്ല. അത് നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ വരുത്താന്നേ ഉള്ളൂ. പക്ഷെ ഫൈനലി നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാതെ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് പെടുന്നത്. അല്ലാതെ സ്റ്റെന്റിന്റെ കുറവുകൊണ്ടോ ബൈപ്പാസിന്റെ കുറവുകൊണ്ടോ ഒന്നും അല്ല ആർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതും ഹാർട്ട് ഡിസീസ് വരുന്നതും. ഇതെല്ലാം വരുന്നത് നമ്മുടെ ജീവിതശൈലിയിലെ അപാകതയാണ്. അപ്പൊ ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ നമുക്കിതിൽ നിന്ന് എല്ലാം മാറാൻ പറ്റും. അതാണ് ഞാൻ ഈ സപ്പോർട്ടീവായിട്ട്, അതായത് ക്ലിനിക്കൽ സപ്പോർട്ടും മോണിറ്ററിങ്ങോടും കൂടിയാണ് നമ്മൾ, അതായത് കൃത്യമായിട്ട് മോണിറ്ററിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയാവുന്ന സിംറ്റമാറ്റിക് റിലീഫ് ഇത്ര സമയം കൊണ്ട് വരും, ട്രോപ്പോണിൻ ലെവൽ ഇത്ര സമയം കൊണ്ട് കുറഞ്ഞു വരും. നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ട്രോപ്പോണിൻ ലെവലൊക്കെ ഈ അറ്റാക്ക് വന്നിരിക്കുന്നവരുടെ ശരിക്കും ട്രോപ്പോണിൻ ലെവലൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും. ചിലപ്പോൾ 1000s ആണെങ്കിൽ പോലും വെരി ഫാസ്റ്റ് ആയിട്ട് കുറഞ്ഞു വരും. അതായത് അറ്റാക്ക് അല്ല, ഈ അഞ്ചൈന വേദന മാത്രം. വേദന വരും, കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും വേദന വരും. അതിന് അഞ്ചൈന അല്ലെങ്കിൽ സ്റ്റേബിൾ അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന ഒക്കെ ഉണ്ട്. അവരുടെ കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ, ഈ ട്രോപ്പോണിൻ ലെവൽ കൂടുതലുണ്ടാവും. പക്ഷെ അവരുടെ കുറഞ്ഞു വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പൊ അതൊക്കെ നമുക്ക്, പിന്നെ അതുപോലെ മറ്റ് കാർഡിയാക് മാർക്കേഴ്സ്, പ്ലാക്ക് ടെസ്റ്റ് ഉണ്ട്, CRP, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടെ എന്താന്ന് വെച്ചാൽ ഈ വെരിക്കോസ് വെയിൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത് ഇതുവരെ. ഈ വെരിക്കോസ് വെയിൻസ് പോലെയുള്ള മറ്റ് രക്തക്കുഴലുകളുടെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഇങ്ങനെ വീർത്ത് കാലയിലൊക്കെ വരുന്നത് പൈൽസ്, അങ്ങനെയുള്ളവർക്ക് ഈ ഹാർട്ട് അറ്റാക്കിന്റെ പോസിബിലിറ്റിയും കൂടെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് BP എങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ആണെങ്കിൽ അവർക്കും അതിന്റെ, അതായത് ഈ വെയിനിലും കൂടെ ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റും കൂടെ വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ ഓർക്കണം. ഇപ്പം ഈ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം പറയുമ്പോൾ ഈ മരുന്നുകൾ ഇങ്ങനെ പ്രിവെൻഷൻ ആയിട്ട് മരുന്നുകൾ എടുക്കുന്ന കാര്യം പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ എക്സസൈസിന് എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസും പ്രിവെന്റ് ചെയ്യാനായിട്ട്? നമ്മളുടെ
ബോഡിയെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എക്സസ് കൊഴുപ്പ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രോബ്ലം ആകുന്നത് കൊഴുപ്പാണെന്ന്. ഈ കൊഴുപ്പാണ് നമ്മളെ ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഈ കൊഴുപ്പാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. ബേസിക്കലി ഒമേഗ 3, omega 6 ഈ 2 കൊഴുപ്പുമാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫൈനൽ കൺട്രോൾ, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം ഇതിലെ omega 6 ബ്ലോക്ക് ചെയ്യാനായിട്ടാണ്. omega 6 ബ്ലോക്ക് ചെയ്യാനാണ് നമ്മളുടെ ആസ്പിരിൻ ആണെങ്കിലും ക്ലോപ്പിഡോഗ്രൽ ആണെങ്കിലും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറയാൻ നമ്മുടെ ഡിഫൻസ്, ഈ ടോക്സിൻസ് ഒന്നും നമ്മൾ ഡിഫൻസ് ബാക്ടീരിയ വൈറസിനെ മാത്രമല്ല നമ്മുടെ ബോഡി ഡിഫെൻഡ് ചെയ്യേണ്ടത്, ടോക്സിൻസിനെ ഡിഫെൻഡ് ചെയ്തേണ്ടത് നമ്മുടെ ബോഡിയാണ്. അപ്പൊ ഈ കൊഴുപ്പ് തന്നെ, അല്ലെങ്കിൽ ഗ്ലൂക്കോസും കൊഴുപ്പും, ഈ രണ്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഗ്ലൂക്കോസ് ഡയബറ്റീസ് ഉണ്ടാവും, കൊഴുപ്പ് ഡിസ്ലൈപ്പിഡീമിയയും ബിപിയും കൂട്ടും. ഈ 2 കാര്യം വെച്ചിട്ടാണ് ഫൈനലി ഹാർട്ടിന് അസുഖം വരുന്നത്. അപ്പം ഈ 2 കാര്യത്തിന്റെയും കാരണം നമ്മളുടെ ബോഡിയിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പാണേലും ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ആണേലും നമ്മളത് ടോക്സിനാണ്. അപ്പൊ ഈ ടോക്സിൻസ് അടിഞ്ഞിരിക്കുന്ന കാരണം നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടും. അതാണ് ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ നമ്മളുടെ ഈ രക്തക്കൊഴലുകൾക്കകത്തും എല്ലാം നീർക്കെട്ടാണ് വരുന്നത്, നീർക്കെട്ടും ഇൻഫ്ലമേഷനും വരികയാണ് വരുന്നത്. അതാണ് നമ്മളെ ഈ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് കുറച്ച് നമ്മുടെ ഹീലിംഗ് പവർ ഇംപ്രൂവ് ചെയ്യണം. ഹീലിംഗ് നമ്മുടെ omega 3 ബേസ്ഡ് ആണ്. omega 3 നമ്മൾ ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയില്ല, ചാളയൊക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുമല്ലോ, ഫിഷ് ഓയിലൊക്കെ എല്ലാവരും അതിനാണ് കഴിക്കുന്നത്. omega 3 ആണ് നമ്മളുടെ ഈ ഹീലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ omega 3 മാത്രം കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ എല്ലാ വൈറ്റമിൻസും മിനറൽസിലും ഉണ്ടാവണം. വൈറ്റമിൻസും മിനറൽസും ബാക്കി എല്ലാ 57 ന്യൂട്രിയൻസും കൂടെ കിട്ടിയാലേ നമുക്ക് നമ്മുടെ ബോഡിയിൽ റിപ്പയർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രക്തക്കൊഴലുകൾ ഡാമേജ് ആയി അതിന് അതിന്റെ ഒന്നെങ്കിൽ ആ കൊഴുപ്പ് മാറ്റണം, അല്ലെങ്കിൽ പുതിയ രക്തക്കൊഴലുകൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ ഈ ന്യൂട്രിഷൻ വേണം. അപ്പൊ നമ്മൾ omega 3 മാത്രം കഴിച്ചിട്ടും കാര്യമില്ല. omega 3 ഒപ്പം നമ്മൾ 14 വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, അതിനെല്ലാം പ്രൊപ്പോർഷൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ടും കൂടെ കിട്ടണം. അത് കഴിച്ചാലും പോല, അത് എല്ലായിടത്തും എത്തണം. അപ്പൊ എത്തണമെങ്കിൽ നമ്മൾ എക്സസൈസ് വേണം. നമ്മളുടെ ബോഡിയെ എവിടെയാണോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് മാത്രമേ നമ്മളുടെ രക്തം ഒഴുകുള്ളൂ. അങ്ങോട്ടാണ് രക്തഓട്ടം കൂടുക. അപ്പൊ ഈ രക്തയോട്ടം കൂടി എല്ലാവർക്കും ന്യൂട്രീഷൻ എത്തണം, അവിടത്തെയൊക്കെ ടോക്സിൻസ് റിമൂവ് ചെയ്യണം. അതാണ് നമ്മളുടെ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ എക്സസൈസ് വേണം, ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യണം, ടോക്സിൻസ് ഒഴിവാക്കണം. ഈ 3 കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നമ്മൾ ഈ ക്രോണിക് ആയിട്ട് കഴിക്കുന്ന അസുഖങ്ങൾക്ക്, അതായത് ഈ ലോങ് ടൈം ആയിട്ട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറയുന്ന ഒരു മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. ആവശ്യമല്ലോ അത്യാവശ്യം എല്ലായിടത്തും മുറിയോ ഒടിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഓപ്പറേഷനോ മരുന്നോ ആന്റിബയോട്ടിക്സോ വേദന സംഹാരിയോ ഒക്കെ വേണ്ടി വരും. അതൊക്കെ ഒരു ഷോർട്ട് ടൈം മെഡിസിൻസ്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കോംപ്ലിക്കേഷൻ അസുഖങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന്, മരുന്ന് തന്നെ ഇഫക്റ്റീവ് അല്ലെന്നാവും. ഏത് മരുന്നാണെങ്കിലും അതിനെ ബോഡി ബൈപ്പാസ് ചെയ്യും, അപ്പൊ അടുത്തതും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ മരുന്നുകളും പിന്നെ അതിന്റെ സൈഡ് ഇഫക്റ്റും പിന്നെ രോഗം അതിന്റെ വഴിക്ക് അതും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുക. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.